പിന്നെ ഇവരുടെ എല്ലാം തലതൊട്ടപ്പൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷാഫി പറമ്പിൽ തന്നെയാണ്. കാരണം ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഈ ഒരു വിഭാഗം കോൺഗ്രസിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കൊണ്ടുവന്നത്. കാരണം ഒരു സൈബർ സോഷ്യൽ സ്പേസിൻ്റെയൊക്കെ ആനുകൂല്യം മുതലെടുത്ത് കൃത്യമായിട്ടൊരു സ്റ്റാർസ് എന്നുള്ള രീതിയിൽ അവരെ പ്രതിഷ്ഠിക്കുന്നു. അതിനനുസരിച്ച് കുറേ ആളുകൾ അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു. അതിപ്പോൾ ഗ്രൗണ്ടിലാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇവരുടെ ഒരു ശൈലി ആ രീതിയിലാണ്. കാരണം ഒരു ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്ന രീതിയിലല്ല ഇവരുടെ ശൈലി. പക്ഷേ പുറത്ത് പറയുമ്പോൾ വളരെ ലിബറലായിട്ടും അല്ലാതെയൊക്കെ സംസാരിക്കും എന്നുള്ളതാണ്. പ്രസ്താവനകൾ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പത്മജയുടെ അമ്മയെ, അതായത് സാക്ഷാൽ കരുണാകരൻ്റെ ഭാര്യയെ വരെ അധിക്ഷേപിച്ച ഒരു നേതാവാണ്. ഒന്ന് ആലോചിക്കണം. അപ്പം ആ രീതിയിൽ അവർക്ക് ചില ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി എന്തിനും അവർ തയ്യാറാകും എന്നുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പത്മജയെ ടാർഗറ്റ് ചെയ്തത്? സ്വാഭാവികമായിട്ടും പത്മജ BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം.